എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ തോമസ് വൈദ്യര് കാര്യങ്ങളൊക്കെ പറയുവാണ്. അതായത് പുള്ളി കൊടുത്ത മരുന്നൊന്നും കണ്ണന്റെ ശരീരത്തിൽ പിടിച്ചിട്ടില്ല, അതിനകത്ത് എന്തോ മായം ചേർത്തിട്ടുണ്ട്, അത് ആ വീട്ടിൽ നിന്ന് പറ്റിയതാണ്. അതുമല്ല, പണ്ട് ചികിത്സിച്ചത്, അതായത് നേരത്തെ ആയുർവേദ ചികിത്സ നടത്തിയല്ലോ, അതായത് കണ്ണൻ ഈ സംഭവം നടന്നപ്പോൾ അതൊന്നും എന്താണെങ്കിലും ശരീരത്തിൽ പിടിച്ചിട്ടില്ല. അത് ഈ തോമസ് വൈദ്യന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ആദ്യത്തെ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ കണ്ണിന് വോമിറ്റിങ്ങും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലായി, അതിനകത്ത് എന്തോ മായം ചേർത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പുള്ളി വീട്ടിൽ വന്നത്. അതുകൊണ്ട് മോള് വളരെ ശ്രദ്ധിക്കണം കണ്ണന്റെ കാര്യത്തില്. കണ്ണന്റെ ചുറ്റും ശത്രുക്കളാണ്, രണ്ടാനമ്മയും എല്ലാവരും കണക്കാണ്. അതുകൊണ്ട് മോള് എങ്ങനെയെങ്കിലും കണ്ണനെ ഇവിടെ കൊണ്ടുവരണം കിടത്തി ചികിത്സിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഈ കാണിച്ചതെല്ലാം പ്രശ്നമാകും. ഇതുവരെ കണ്ണന്റെ ശരീരത്തിൽ ഈ മരുന്നുകൾ ഒന്നും ചെന്നിട്ടില്ല, അതുകൊണ്ട് മോള് സൂക്ഷിക്കണം എന്ന് പറയുവാണ്. മഹാലക്ഷ്മി എല്ലാം കേട്ട് ഞെട്ടിയിരിക്കുവാണ്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നന്ദി, ഞാൻ എങ്ങനെയെങ്കിലും കണ്ണട്ടനെ ഇവിടെ കൊണ്ടുവരാന്ന് പറയുന്നുണ്ട്. അപ്പം കിടത്തി ചികിത്സിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനമാവത്തുള്ളൂ. പുള്ളി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നിട്ട് പോയപ്പോഴത്തേനും പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ഈ തോമസ് വൈദ്യന്റെ. അപ്പൊ പറയുന്നുണ്ട്, ഇത്രയും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. മഹാലക്ഷ്മിയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ സമ്മതം മൂളുന്നുണ്ട്, ശരിയാണ് മഹാലക്ഷ്മി ഇത്രയും വൈകല്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണല്ലോ എന്നുള്ള കാര്യം പുള്ളി സമ്മതിക്കുവാണ്. അങ്ങനെ മഹാലക്ഷ്മി വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. കണ്ണേട്ട ഇതുവരെ ശരീരത്തിൽ പിടിച്ചിട്ടില്ല, അതുകൊണ്ട് തോമസ് വൈദ്യന് വന്ന് ചികിത്സിക്കണമെന്നാ പറയുന്നത്, കിടന്ന് ചികിത്സിക്കണമെന്നാ പറയുന്നത്. കണ്ണേട്ടൻ എന്താണെങ്കിലും ഒരു ബെഡ് അവിടെ ഒഴിച്ചിട്ടേക്കുമെന്നാ വൈദ്യൻ പറയുന്നത്. കണ്ണേട്ടൻ വന്നേ പറ്റത്തുള്ളൂ. പക്ഷെ കണ്ണൻ ഇതൊന്നും വിശ്വാസമല്ല. മഹാലക്ഷ്മി പറയുവാണ്, പണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് കൂട്ടുന്നത് അമ്മാവനാണ്, ആ അമ്മാവനും എന്തൊക്കെയോ കലക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ, അതായത് 12ാമത്തെ വയസ്സിൽ ഇത് സംഭവിച്ചപ്പോ തൊട്ട് കണ്ണേട്ടന് തന്നേക്കുന്ന ഒരു ചികിത്സയും ശരിയല്ലെന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, അതെങ്ങനെയാ മഹി ശരിയാവുന്നത്, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതല്ല, ആയുർവേദത്തിന്റെ തന്നിട്ടുണ്ടല്ലോ, അതിനെ പറ്റിയാണ്. ആയുർവേദത്തിന്റെ മരുന്ന് ചികിത്സിച്ചപ്പോഴത്തേനും വാമൻ എന്ന് പറഞ്ഞ അമ്മാവനാണ് കൂടെ നിന്നത്. അതുകൊണ്ട് അന്ന് തൊട്ടേ പൊടി കലക്കുന്നുണ്ട്, അതുകൊണ്ട് കണ്ണേട്ടൻ വന്നേ പറ്റൂ എന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പക്ഷെ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന്. മഹാലക്ഷ്മി പറയുവാണ്, ഞാൻ കാല് പിടിക്കാൻ കണ്ണേട്ടന്റെ. അതൊന്നും കേട്ടിട്ട് കണ്ണൻ ഒരു തരത്തിലും അടുക്കുന്നില്ല. കണ്ണൻ പറയുവാണ്, ഞാൻ ആലോചിച്ചിട്ട് പറയാം, എനിക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുവാണ്. അങ്ങനെ മഹാലക്ഷ്മി വിഷമിച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് വാമനാണെങ്കിൽ കണ്ണൻ വിളിച്ചായിരുന്നു, വീട്ടിൽ വരെ വരണമെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. അങ്ങനെ വാമൻ വന്നിട്ട് പൊടിയുടെ കാര്യം പറയുവാണ്. ഞാൻ ഇനിയും ദുർഗ പറയുവാണ്, ഏട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, പൊടി കൊണ്ട തന്നാൽ മതി, തീരുമ്പോ ബാക്കി കാര്യം ഞങ്ങൾ ഇട്ടെന്ന് പറയുവാണ്. ദുർഗയും കരുണയുണ്ട്. അപ്പൊ വാമൻ പറയുവാണ്, എങ്ങനെങ്കിലും പൊടിയുടെ അളവ് കൂട്ടി അവൻ ഒരിക്കലും മരുന്ന് ഫലിക്കല്ല്, അതോടുകൂടി അവൻ ഇല്ലാതാവണമെന്നൊക്കെ ഇവര് പ്ലാൻ ചെയ്യുവാണ്. പെട്ടെന്നാണ് മഹാലക്ഷ്മി കണ്ണനും കൂടെ ഇങ്ങനെ പെട്ടെന്ന് എൻട്രി ആവുന്നുണ്ട്. അപ്പൊ വാമൻ പറയുവാണ്, എന്താ മോനെ, എടാ നീ എന്നോട് വരണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, അമ്മാവനോട് ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യമെന്ന് വെച്ചാല് മഞ്ജുവിന്റെ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. അതായത് എന്റെ ഭാര്യ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുവാണ്. മേഘനാഥൻ മാറിയെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു, പക്ഷെ അവൻ മാറിയിട്ടേ ഇല്ല. അതുകൊണ്ട് മഞ്ജുവിന്റെ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അമ്മാവനെ. മേഘന് പറ്റിയ ആരെങ്കിലും ആലോചിച്ചോളാൻ പറയുവാണ്. അപ്പോഴത്തേനും ദുർഗ പറയുവാണ്, മോനെ നീ എന്ത് വർത്തമാനാ മോനെ പറയുന്നത്, നീ ഇവള് പറയുന്നത് കേട്ടിട്ടാണോ, ഇവള് പറയുന്നതാണോ നീ വിശ്വസിക്കുന്നത്, ഇവള് കള്ളത്തരവാ മോനെ പറയുന്നത് എന്ന് പറയുക. അപ്പം കരുണ പറയുവാണ്, മഞ്ജുവിന് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തോ പ്രശ്നം ചോദിക്കുക. അപ്പൊ കണ്ണൻ പറയുവാണ്, നിന്നോട് മിണ്ടാൻ പറഞ്ഞെന്ന് ചോദിക്കുക, ഇത് ഞങ്ങൾ കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പൊ കരുണ പറയുവാണ്, ഞാനും കുടുംബത്തിലുള്ള അംഗമാണ്. അപ്പൊ പറയണം, നീ കുടുംബത്തിലുള്ള അംഗമൊക്കെ ആയിരിക്കാം, പക്ഷെ ഇവിടെ വേണ്ട, നിന്റെ വീട്ടിൽ നീ ഒരുപാട് സംസാരിച്ചിട്ട് കാണും, പക്ഷെ ഇവിടെ നടക്കത്തില്ല എന്ന് പറയുക. അപ്പൊ കരുണയ്ക്ക് അങ്ങ് ദേഷ്യമാണ്. അപ്പൊ വാമനും പറയുവാണ്, മഞ്ജുവിന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. അങ്ങനെ അപ്പോഴത്തേനും കണ്ണൻ പറയുവാണ്, എന്തൊക്കെയാണെങ്കിലും എന്റെ ഭാര്യ പറയുന്നതാണ് എനിക്ക് വലുത്, എന്റെ ഭാര്യ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ ഭാര്യ പറഞ്ഞു അവന്റെ സ്വഭാവം ശരിയല്ലെന്ന്. അപ്പം മഞ്ജു അടന്ന് പറയുവാണ്, ആരും എതിർത്താലും ഞാൻ മേഘേട്ടനെ കല്യാണം കഴിക്കൂ, അത് കണ്ണേട്ടനല്ല തീരുമാനിക്കുന്നതെന്ന് പറയുവാണ് മഞ്ജു. അങ്ങനെ മഞ്ജു എന്ന് പറയുവാണ്, ഇവര് പറയുന്ന കള്ളത്തരം എല്ലാം കണ്ണേട്ടൻ വിശ്വസിച്ചിട്ടുണ്ട്, എന്താ തെളിവ്, മേഘേട്ടൻ ഇവരുടെ പുറകെ നടന്നു എന്നുള്ളതിന് തെളിവ് എന്താണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, അന്നൊരു അടി കൊടുത്തായിരുന്നു ഇയാള്,
എന്തായാലും ആ അടിയുടെ പാട് ഇതുവരെ ഒന്നും നിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം തെളിവൊന്നുമില്ല, എനിക്ക് ഇയാള് പറഞ്ഞ വിശ്വാസം എന്ന് പറയുക. എന്റെ ഭാര്യയാണ് അൾട്ടിമേറ്റ്, എന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, എന്റെ ഭാര്യയാണെന്ന് എനിക്ക് വലുത് പറയുവാണ്. അപ്പൊ ദുർഗ പറയുവാണ്, നീ ഇവള് പറയുന്ന മാത്രം കേട്ടോണ്ട് ജീവിച്ചോളാന്നൊക്കെ പറയുന്നു. ഇപ്പം കണ്ണൻ പറയുവാണ്, എന്തായാലും ഇവളുടെ അഭിപ്രായം പറഞ്ഞല്ലോ, എന്തായാലും കല്യാണം ഇവള് കഴിക്കുമെന്ന്. അപ്പം എന്റെ തീരുമാനം ഞാൻ പറയാം, ആ കല്യാണത്തിന് ഞാൻ സഹകരിക്കത്തില്ല. ആ കല്യാണത്തിന്റെ ചെലവുകളെല്ലാം അമ്മാവനും അമ്മയും കൂടെ വഹിച്ചോണം. എന്റെ ഒരു സഹകരണമോ ഞാൻ പൈസയോ മുടക്കത്തില്ലെന്ന് പറയുവാണ്. അപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ ഞെട്ടുവാണ്, ഈ കണ്ണൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറയണം, നീ എല്ലാ പൈസയും സ്വർണ്ണവും എല്ലാം കൂടി ഇവക്ക് അങ്ങ് കൊടുത്തോ, ഞങ്ങൾക്കൊന്നും വേണ്ട, നിന്റെ സ്വത്തുക്കളെല്ലാം ഇവക്ക് കൊടുത്തോളാൻ പറയുക. അപ്പൊ കണ്ണൻ പറയുവാണ്, കൊടുക്കും, ഞാൻ കൊടുക്കും മഹാലക്ഷ്മിക്ക്. കാര്യം സ്വത്തിനോട് യാതൊരു ആക്രാന്തമില്ലാത്ത ആളാണ് മഹി. അങ്ങനെയുള്ളവർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആ സ്വത്ത് അർഹരായവരുടെ കയ്യിൽ എത്തത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ മഹിക്ക് എഴുതുമെന്ന്, വേണമെങ്കിൽ ഞാൻ മഹിക്ക് എഴുതുമെന്ന് പറയുവാണ്. അപ്പൊ എല്ലാരും ഞെട്ടുവാണ്. ഞെട്ടിയിട്ട് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുവാണ്. അപ്പം ദുർഗ പറയുവാണ്, നീ കല്യാണം നടത്തണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും മോളുടെ കല്യാണം നടത്തിക്കോളാന്ന് പറയുവാണ്. അങ്ങനെ കണ്ണൻ പറഞ്ഞു, ശരി നിങ്ങൾ നടത്തിക്കോളാന്ന് പറഞ്ഞ് കണ്ണൻ അവിടുന്ന് പോവാണ്. അപ്പൊ വാമൻ പറയുവാണ്, മോളുടെ മുറച്ചെറുക്കൻ ആ മേഘൻ നിങ്ങൾ കുഞ്ഞിലെ തൊട്ടേ സ്നേഹിച്ചതാണ്, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, ഈ അമ്മാവൻ നടത്തും നിങ്ങളുടെ കല്യാണം, മോക്ക് താല്പര്യം ഉണ്ടെന്ന് വാമൻ പറയുവാണ്. അത് കഴിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മി അങ്ങ് പോവാണ്. അപ്പൊ അനന്തു ലേഖയും കൂടെ പ്ലാൻ ചെയ്യുവാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ണനോട് പറയാൻ. അങ്ങനെ അവര് വന്ന് കണ്ണനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. പക്ഷെ കണ്ണൻ വിശ്വസിക്കുന്നില്ല. ഇവരൊന്നും ഇത്രയും അന്നേ ഇങ്ങനെയൊന്നും ഇവർ ചെയ്യാറില്ലെന്ന് പറയുവാണ്. അപ്പം അനന്തു പറയുവാണ്, നീ ആരെയായി വിശ്വസിക്കുന്നത്? നിന്റെ രണ്ടാനമ്മയും കാര്യങ്ങളും ഒക്കെ മോശമാണെന്ന് നിനക്ക് തന്നെ അറിയാം. പിന്നെ നീ ഇതിൽ കൂടുതൽ എന്തോ നിന്നോട് പറയാനുള്ളത്? അവരന്ന് മരുന്നെന്തോ കലർത്തി തന്നുകൊണ്ടാണ് നീ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. നിന്റെ കാര്യത്തിൽ അവർ ഒരുപാട് പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ മഹി പറയുന്ന പോലെ കേൾക്കണം. നീ ആ വൈദ്യന്റെ ആ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ചികിത്സിക്കണം എന്ന് പറയുവാണ്. പക്ഷെ കണ്ണനാണെങ്കിൽ ഇവര് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്ത് ചെയ്താലും വരത്തില്ല. അപ്പം ലേഖയും പറയുന്നുണ്ട്, കണ്ണേട്ടൻ പോയേ പറ്റത്തുള്ളൂ, ഈ വീട്ടിൽ നിന്ന് ചികിത്സ പറ്റത്തില്ല, ഇതിനകത്ത് ഉടായ്പകൾ കാണിക്കുന്നുണ്ട് ഇവര്, അതുകൊണ്ട് പോയി കിടന്ന് ചികിത്സിക്കണം. നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കൊണ്ട് പോകുമെന്ന് അനന്തു പറയുവാണ്. അങ്ങനെ കണ്ണൻ ഇതുവരെ ഒന്നും ആൻസർ പറഞ്ഞിട്ടില്ല, പോകുമോ ഇല്ലയോ എന്ന്. ഇത്രയാണ് ഇന്നത്തെ റിവ്യൂ കാണിക്കുന്നത്. പ്രമോ കാണിച്ചിട്ടില്ല, നാളെ ആയിരിക്കും വരുന്നത്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്